ഹായ് ഫ്രണ്ട്സ്, urmizvlogsലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തമ്പനയിൽ കണ്ടതുപോലെ ഒരു കോർണറാണ്, ഒരു പീസ് കോർണറാണ് നമ്മളിന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ക്രിയേഷന് ഉപരി നമ്മളൊരു അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ പഴയ എന്തെങ്കിലും ഒരു ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൗൾ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബുദ്ധൻ്റെ ഒരു രൂപം കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഗാർഡനിൽ ഇതുപോലെ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സ് കുളിർക്കാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതുപോലത്തെ ഒരു വലിയൊരു ചട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബൗൾ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ബുദ്ധൻ്റെ ആ ഒരു രൂപം വെക്കാനായിട്ട് ഒരു ഇഷ്ടിക നടുക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കോർണറിൽ ലൈവ് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വേറെ ഡ്രെയിനേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എക്സസ് വാട്ടർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇഷ്ടിക നമ്മൾ അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ പെബിൾസോ അല്ലെങ്കിൽ സ്റ്റോൺസോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അതിന് ശേഷം പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ ഞാനൊരു കുളം, ഒരു ചെറിയൊരു പോണ്ടും കൂടെ ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാവും എന്നറിയില്ല, എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ഔട്ട് ചെയ്യാതെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള റിയോ പ്ലാന്റ് ആണ്. റിയോ പ്ലാന്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലാന്റ് ആണ്. അതുമല്ല നമ്മൾ ഈ ഒരു ചട്ടിയിൽ നമ്മൾ എന്ത് കോർണറിൽ എന്ത് പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരേ രീതിയിൽ നമുക്ക് വാട്ടറിങ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാനിതിൽ റിയോ പ്ലാന്റും സ്പൈഡർ പ്ലാന്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരേ രീതിയിൽ വാട്ടറിങ് മതി, ഇവർക്ക് സെപ്പറേറ്റ് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഈ ഒരു ലക്കി ബാംബു, ഒരു ബാംബു സ്പീഷീസിൽ പെടുന്ന ഈ ഒരു പ്ലാന്റും കൂടെ നമ്മളതിലേക്ക് ആഡ് ചെയ്തു. അടുത്തതായിട്ട് നമ്മുടെ ബുദ്ധൻ്റെ ഒരു പ്രതിമ നമ്മൾ ഇഷ്ടികയിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇഷ്ടിക പെട്ടെന്ന് എടുത്ത് കാണാത്ത രീതിക്ക് നമ്മൾ സ്റ്റോൺസ് ഒക്കെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ആ പോട്ടിംഗ് മിക്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കൈ വെച്ചിട്ട് തന്നെ. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ചെറിയൊരു നടപ്പാത പോലെ ഒരു പെബിൾസ് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പെബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ചെറിയൊരു പൊസിഷനൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. വേണമെങ്കിൽ കംപ്ലീറ്റ് പോണ്ട് ആക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇതുപോലെ പെബിൾസ് ഫില്ല് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഗ്രീൻ കളർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിന് ശേഷം പിന്നെ ഞാനൊരു ഐഡിയ ഒക്കെ മാറ്റി കംപ്ലീറ്റ് ആ പെബിൾസ് വെച്ചിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്തു. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഈ ഒരു ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതേ സൈഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെബിൾസൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് ചൈനീസ് ഗ്രാസ് നമ്മളൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ബോർഡർ പോലെ ഭംഗിക്ക്, ഒരു ഗ്രീനറി കുറച്ചുകൂടെ വരാനായിട്ട്. അതിനുശേഷം നമ്മൾ ഗ്രോ ബാഗിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ പോണ്ട് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പിലായിരിക്കണം നിങ്ങൾ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബലത്തിന് വേണ്ടിയിട്ട്, ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളിതുപോലുള്ള ഇത്തിരി വെയിറ്റ് ഉള്ള സ്റ്റോൺസ് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് നാച്ചുറാലിറ്റിയും തോന്നും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഷീറ്റ് അവിടെ നിൽക്കാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മിനിയേച്ചേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഡക്ക് ആഡ് ചെയ്ത് കൊടുത്തു, പക്ഷെ അതത്രയും ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മളിതിലേക്ക് വാട്ടർ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുത്തു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലും അധികം പൈസയൊന്നും ചിലവില്ലാതെ തന്നെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെ തട്ടിക്കൂട്ടി എടുക്കാവുന്ന ഒരു കോർണറാണ്. ഒരിക്കലിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് വേറെ മെയിൻ്റനൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു നല്ല ബുഷി ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മിനിയേച്ചേഴ്സ് ആയിട്ടുള്ള
കുഞ്ഞ് ആനിമൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെഹിക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ടോയ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നല്ല കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഇത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇൻഡോർ ആയിട്ട് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിലുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരേ രീതിയിൽ വാട്ടർ ചെയ്യാവുന്ന പ്ലാന്റ്സ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അതിൻ്റെ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സക്യുലൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു ബൗളിൽ സക്യുലൻസ് മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഞാനിത് നമ്മുടെ ബാൽക്കണി ഗാർഡനിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ ബ്രൗൺ കളറാണ്, അതുപോലെ തന്നെ ഗോൾഡൻ കളർ ഒരു പ്രതിമയായിട്ട് ഞാൻ ട്രൈ ചെയ്തു. എന്തായാലും രണ്ടും നല്ല ഭംഗിയായിട്ട് നല്ല ഈ ഒരു ഗ്രീനറി കൂടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് യോജിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. Bye-bye.